ചെയ്യുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുണ്ട്, മക്കളും ഉണ്ട്. ഇനി പോട്ടെ, മക്കള് കൊച്ചു പിള്ളേരാ, മക്കളോട് പറയണ്ട. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, കൂടപ്പിറപ്പുണ്ട്, പോട്ടെ, നാട്ടുകാരുണ്ട്, നിനക്കൊരു പഞ്ചായത്ത് മെമ്പറുണ്ട്, തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്നെ ഒരുത്തൻ ഇങ്ങനെ, ഞാൻ അവന്റെ കൂടെ പോയി കിടന്നില്ലെങ്കിൽ അവൻ എന്നെ ഗുളിക കഴിച്ച് ആത്മഹത്യ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊന്നും വേണ്ട, അവൻ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്താൽ നിനക്കെന്താണ് വിഷയം? അവൻ ചാവയോ അവൻ ജീവിക്കുകയോ അവൻ എന്തോ ചെയ്യട്ടെ, അത് നിനക്കെന്താ അതിൽ വിഷയം? അപ്പോ നിനക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് അവൻ ഗുളിക കഴിച്ചത്. അവൻ നിന്റെ കുഞ്ഞമ്മേരെ മോനല്ല, നിന്റെ ഭർത്താവല്ല, നിന്റെ മാമീരെ മോനല്ല, നിന്റെ അയൽവക്കക്കാരനല്ല. ഫേസ്ബുക്കിലൂടെ നീ പരിചയപ്പെട്ട വെറും ഒരു എവിടെയോ ഇരിക്കുന്ന ഒരുത്തൻ, ഏതോ അച്ഛന്റെ അമ്മയുടെ മകൻ, ഏതോ ഒരുത്തിയുടെ ഭർത്താവ്. അവൻ വിളിക്കുമ്പോൾ നീ പോണമെങ്കിൽ, അവൻ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ നീ അവന്റെ കൂടെ പോണമെങ്കിൽ, അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ നീ വരുമെന്നും നീ അവന്റെ കൂടെ കിടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവൻ നിന്നെ വിളിച്ചത്. അവന്റെ പ്ലാനിങ് വിജയിച്ചു, നീ അവന്റെ കൂടെ പോയി. അതിനുശേഷം അത് തെറ്റി പറ്റിപ്പോയി. അവൻ എന്നെ നിർബന്ധിച്ച് വിളിച്ചതാണ്, അവൻ എന്നെ ഇങ്ങനെ ഭീഷണി. ഇതിലെവിടെയാ ഭീഷണി? ഇതിലെവിടെയാ ഭീഷണി? ഇതിനകത്ത് ഈ പോകാത്ത പെൺകുട്ടികളുണ്ട്. അവള് അപ്പൊ ഞാൻ അവളോട് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹസ്ബൻഡുമായിട്ടൊരു പ്രശ്നമുണ്ടോ? ഹസ്ബൻഡിനെ ഇവളെന്ന് പറഞ്ഞാൽ ജീവനാ. ഇയാൾക്ക് അറിയില്ല ഇവളും വേറെ ഈ പുരുഷന്റെ കൂടെ പോയി ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്ത് കിടക്ക പങ്കിട്ടൊന്നും ഈ ഹസ്ബൻഡിന് അറിയില്ല. ഇവള് ഈ അഭിഹിതക്കാരനോട് പറഞ്ഞേക്കുന്നത്, ഹസ്ബൻഡ് സ്ത്രീധനത്തിന്റെ പേരിൽ എന്നും എന്നെ ഗാർഹിക പീഡനം ചെയ്യും, എന്നും എനിക്ക് മനസമാധാനം തരില്ല, അയാൾ എന്നെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ ഹസ്ബൻഡിന്റെ കുറ്റം പറയുമ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന അവന്റെ ഭാര്യയെ നേരെ ചുമ്മാ നോക്കാൻ വയ്യ. അവൻ എവളെ സമാധാനിപ്പിക്കും. നീ ചക്കരെ മുത്തേ, നീ വാ, ചേട്ടനുണ്ട് നിന്റെ കൂടെ, കഴിച്ചോ, സ്വന്തം ഭാര്യ കഴിച്ചോ, തിന്നോ, കിടന്നോ, കുളിച്ചോ, പിന്നെ ജോലിക്ക്, ഇതൊന്നും അവൻ ചിന്തിക്കൂല. ഇവൻ മറ്റവള് കുളിച്ചോ, തിന്നോ, ജോലിക്ക് പോയോ? ഇങ്ങനെയുള്ളവന്മാരെ തിരിച്ചറിയാത്ത പെണ്ണുങ്ങള് അനുഭവിക്കുക. മറ്റേ ജോസഫ് ടീച്ചർ പറഞ്ഞതുപോലെ, എന്നാ പിന്നെ അനുഭവിച്ചോ.